ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പെരുന്നാളിന്റെ തലേ ദിവസമാണ്. അപ്പോൾ ഈ 2 ദിവസം കൂടെ ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്നിപ്പം നമ്മൾ സാധാരണ പെരുന്നാളൊക്കെ ആകുമ്പോൾ തലേ ദിവസം തന്നെ കുക്ക് ചെയ്ത് വെക്കും ഫുഡ്. അല്ല ബിരിയാണിയൊക്കെ പിറ്റേ ദിവസമായിരിക്കും വെക്കുക. ബാക്കിയുള്ളതെല്ലാം തലേന്ന് ഉണ്ടാക്കി വെക്കും. പിന്നെ ഇന്നിപ്പം രാത്രി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബെറോട്ട കാക്ക മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ രാത്രി നമുക്ക് ഫുഡ് കഴിക്കുന്നതും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ബെറോട്ടയൊക്കെ ആയിരിക്കും. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നാളെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, എന്നിട്ട് സവാളയെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളിയും കൊച്ചുള്ളി, ഇഞ്ചി, മുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. ഇത്രയും അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ അറിയാതെ അത്രയും അടിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ വീട്ടിൽ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതാ ടേസ്റ്റ് എന്ന് അറിയത്തില്ല. ഇവിടെ അരിപ്പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി, കറി ഉണ്ടാക്കണം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സവാള ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി തക്കാളിയും ഇട്ട് കൊടുത്ത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ചിക്കൻ കറിയിൽ മല്ലിക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം ചിക്കൻ മല്ലിക്കൊത്തും കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കുവാണേ. നെയ് മിക്സ് ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കി പരിപാടി കഴിഞ്ഞു. ആ സമയത്ത് കിണ്ണത്തപ്പം വന്നു, ബറോട്ട വന്നു, പിന്നെ ഫ്രൈയും ആയി. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. പിന്നെ പോയി കിടന്നു. ഇനിയിപ്പോൾ ബാക്കിയെല്ലാം നാളത്തേക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി ഗൈസ്. ഈത്തുമുപ്പാട് പള്ളിയിലൊക്കെ പോകുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത്. ഇവിടെ ഫുള്ള് കുത്തൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഉറങ്ങി 3 മണിയൊക്കെ ആയി. 3 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ 3 മണിക്ക് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുത്തിക്കായോണ്ടല്ല, കുത്തിക്കായോണ്ടും ആണ്. അങ്ങനെ ഇനിയിപ്പോൾ കുളിക്കണം, ഡ്രസ്സ് ഇടണം, ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ കുളിക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം ഇല്ലേ, അടിപൊളിയാണ്. പിന്നെ താഴെ പോയപ്പോൾ എൻ്റെ ഉമ്മ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ പാതിയിൽ വെച്ച് ചെറിയ സൗന്ദര്യപ്പെടുക്കം വന്നപ്പോൾ ഞാനെല്ലാം ബോധ്യമായിട്ട് വീട്ടാറായി. ഇനിയിപ്പം ഫോട്ടോ എടുക്കാൻ പറ്റില്ല. മേക്കപ്പൊക്കെ കളഞ്ഞ് തുടച്ചൊക്കെ കളഞ്ഞ് ഇനിയിപ്പം ഫുഡ് അടിക്കാം. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല ഇന്നത്തെ ദിവസം. പെരുന്നാളായിട്ടെല്ലാം പോയി. മൊത്തത്തിൽ ചളമായി കുളമായി എന്ന് പറയാനാ. പക്ഷെ ഞാൻ വീഡിയോ ഇടണമല്ലോ. ഇന്നലെ മുതൽ എടുത്തതല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നലെ മുതൽ എടുത്തിട്ട് അതെനിക്ക് ഇടാൻ പറ്റൂലേ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എനിക്കിനി വീണ്ടും ഒരുങ്ങാനൊന്നും വയ്യ, മൂടൊക്കെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. ബിരിയാണിക്ക് എനിക്ക് ഉണ്ടാക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഉമ്മയാണ് ഉണ്ടാക്കിയത്. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാലഡും പിന്നെ പപ്പടവും ഒക്കെ വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, ഒരു മധുരം ആവാലോ, അതും കഴിച്ചു. പിന്നെ ഞാനും വാപ്പായും കൂടെ ഷാജിമാമയുടെ വീട്ടിലോട്ട് പോവാണ്. ഇത് സുൽഫി മാമി ഷാജിമാമയുടെ വൈഫാണ്. ഞങ്ങൾ അവരുടെ പുതിയ വീട്ടിലോട്ടാണ് പോയത്. നാളെയാണ് കേട്ടോ അവിടെ പാല് കാച്ച്. ഇനിയിപ്പോൾ വാപ്പാരെ കസിൻ്റെ വീട്ടിലോട്ട് പോകണം. ഉമ്മാനെയും ഉമ്മാനെയും പിക്ക് ചെയ്ത് ഉമ്മാൻ്റെ വീട്ടിലോട്ട് ആക്കിയിട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത്. പെരുന്നാളായിട്ട് നമ്മൾ കസിൻ്റെ വീട്ടിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി. അവരെല്ലാവരും പോവാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പൂവാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും എവിടെയോ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് ഒരിടത്തും പോകുന്നില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളൊന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇതാണ് അമലുവിന്റെ റൂമിലെ കണ്ണാടി. ഈ കണ്ണാടി നോക്കിയാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ പായസം കുടിച്ചു. പിന്നെ ഇവരൊക്കെ കൊച്ചു വർത്താനവും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കരുതി കടയിൽ പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന്. അങ്ങനെ കടയിലോട്ട് പോവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് മാമാടെ ഷോപ്പിലോട്ടാണ്. കരോണ എന്നാണ് പേര്. കണ്ണമ്പൂല ഉള്ള കരോണ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഒരേ വട്ടുള്ള 2 പേര് ഒന്നിച്ചു കൂടിയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മാമാടെ ഷോപ്പ്. കരോണ ഹൈപ്പർ മാർക്കറ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ വാപ്പ ബിപിയുടെ മരുന്നെടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്ന് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നൈറ്റ് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ ഡേ 2 നിർത്തേണ്ട വീഡിയോ ഡേ 3 എത്തി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഷാജിമാമയുടെ വീട് പാലയാച്ചിന് പോവാണ്. ഈ വഴിയൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് ഇങ്ങനെ നടന്നു പോവാൻ. ഇവിടെ കുറേ ചെമ്പരത്തി പൂക്കളാണ് കൂടുതലും കണ്ടത്. ഈ ഒരു വീട്ടിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഇതാണ് പാലയാച്ചി വീട്. അപ്പോൾ പാലൊക്കെ കാച്ചി കഴിഞ്ഞു. ഇവിടെ 2 റൂമാണ് കേട്ടോ ഉള്ളത്. 2ഉം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇതാണ് കേട്ടോ അവിടുത്തെ കിച്ചൺ. പിന്നെ ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇതാണ് റിയാന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീട് മേടിച്ചത്. ഷാജി മാമയുടെ കൊച്ചുമോനാണ് കേട്ടോ. പിന്നെ സുലൈമ മാമ, പിന്നെ എൻ്റെ വാപ്പ, ഇവരെല്ലാം കുറച്ചു നേരം എവിടേക്കോ പോയിട്ടാണ് വന്നത്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. പിന്നെ ഈ വീടിൻ്റെ ചുറ്റും നിറയെ ചെമ്പരത്തി പൂവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. എൻ്റെ ഉമ്മായും വാപ്പായും വരുന്നുണ്ടായിരുന്നില്ല. വാപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട് പാലയാച്ചാണ്. അപ്പോൾ അവിടെ കൂടാന്ന് വാപ്പ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ പോവാണ്. അങ്ങനെ വീടെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വാപ്പാടെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുക്കിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അവർ 2 പുട്ടും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ബീഫ് റോസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ 2 കൂടെ ബാൽക്കണിയിലോട്ടൊന്ന് പോയി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ ലോഡഡ് ഫ്രൈസുമായി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.